ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബുദാബി പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് സർവീസ് അതിൻ്റെ സേവനങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ആ ബസ്സിൽ യാത്ര ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അബുദാബിയിലെ മുഷിബ് മാള് അതിൻ്റെ അടുത്തുള്ളൊരു ബസ് സ്റ്റോപ്പിലാണ്. ഇവിടെ നിന്നാണ് ഞാൻ യാത്ര തുടങ്ങുന്നത്. ഈ ഏരിയക്ക് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. ഇവിടുത്തെ ഫ്ലൈ ഓവറൊക്കെ കണ്ടില്ലേ? ഫ്ലൈ ഓവർ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രണ്ടറ്റത്ത് ലിഫ്റ്റൊക്കെ വെച്ചിട്ടുള്ള ഫ്ലൈ ഓവറാണ്. ഇതാണ് ഇവിടുത്തെ ബസ് കാർഡ്. ഹാഫിലത്ത് നിന്നുള്ള ബസ് കാർഡാണ്. ഈ ബസ് കാർഡ് നമുക്ക് എല്ലാ ബസ് സ്റ്റേഷനിലും അല്ല, ഒട്ടുമിക്ക ബസ് സ്റ്റോപ്പുകളിലും ഇതിനൊരു കാർഡ് വെൻഡിങ് മെഷീൻ ഉണ്ടായിരിക്കും. അതിനകത്തുനിന്ന് നമുക്ക് കാർഡ് പർച്ചേസ് ചെയ്യാം. മന്ത്ലി പാസ്സായിട്ടും ഇതൊക്കെ ആയിട്ട് നമുക്ക് കാർഡ് പർച്ചേസ് ചെയ്യാം. ഒരു കാർഡിന് 10 ദിർഹംസാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് മന്ത്ലി 95 ദിർഹംസാണ് മന്ത്ലി പാസ്സായിട്ട് വരുന്നത്. അത് നമുക്കൊരു മാസം മൊത്തം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, എത്ര യാത്ര വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതുകൂടാതെ ഏറ്റവും മിനിമം റീചാർജ് ഉണ്ട് 10 ദിർഹംസ്. അതായത് ഒരു ട്രിപ്പിന് ഏകദേശം കട്ടാവുന്നത് 2.50 ദിർഹംസാണ് തോന്നുന്നു. 2 ദിർഹംസ് 50 ഫിൽസാണ് കട്ടാവുന്നത്. എനിക്ക് പോകാനുള്ള ബസ് വന്നു. ഇതാണ് ഇവിടുത്തെ സിറ്റി ബസ്. ഇവിടുത്തെ ഒരു 30 കിലോമീറ്റർ സർക്കിളിലൊക്കെ പോകുന്നത് ഇതുപോലത്തെ ലോ ഫ്ലോർ ബസ്സുകളാണ്. നമ്മളിതുപോലെ കാർഡ് പഞ്ച് ചെയ്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. ഇതിൽ പ്രത്യേകിച്ച് ഡ്രൈവർ മാത്രമേ ഉണ്ടാവുള്ളൂ. കണ്ടക്ടറോ അങ്ങനെയുള്ള ചെക്കറോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ കാർഡ് വൺസ് നമ്മൾ ബസ്സിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ കാണുന്ന പഞ്ചിങ് മെഷീൻ ഉണ്ട്, അതിനകത്ത് കാർഡ് പഞ്ച് ചെയ്യണം. അതല്ലാത്ത പക്ഷം ഇതിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല സ്റ്റോപ്പിൽ നിന്നും ഇതിൻ്റെ ചെക്കർമാർ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ നമ്മൾ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കും ഒക്കെ 200 ദിർഹംസാണ് ഫൈൻ ഈടാക്കുന്നത്. 200 ദിർഹംസ് പറയുമ്പോൾ നാട്ടിൽ 5000 രൂപയുടെ മുകളിലായി. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഈ കാർഡ് നമ്മുടെ കയ്യിൽ വേണം. പിന്നെ എല്ലാ ബസ് സ്റ്റോപ്പും വളരെ വൃത്തിയുള്ള ബസ് സ്റ്റോപ്പുകളായിരിക്കും. AC ഉണ്ടായിരിക്കും. ഇതിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൽ ഇതെന്തോ AC വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് എല്ലാവരും പുറത്താണ് നിൽക്കുന്നത്. ഇങ്ങനെയായിരിക്കും ബസ് സ്റ്റോപ്പിൻ്റെ അകം ഉണ്ടായിരിക്കുക. ഈ അറ്റത്ത് കാണുന്നത് നമ്മുടെ കാർഡ് റീചാർജ് ചെയ്യാനുള്ള ഒരു മെഷീനാണ്. ഇത് ചെറുതാണ്. സാധാരണ വലിയ മെഷീനിലാണ് നമുക്ക് മന്ത്ലി പാസ്സൊക്കെ റീചാർജ് ചെയ്യാനൊക്കെ പറ്റുക. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ ഒരു രൂപം. ഫുള്ള് ഗ്ലാസ് കൊണ്ട് ചെയ്ത് AC ഒക്കെ ആയിട്ടുള്ളൊരു രീതിയിലായിരിക്കും ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവുക. അത് സിറ്റിയിലെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഇതാണ്. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാവില്ല. അതായത് ഇരിക്കാനുള്ള ഭാഗങ്ങൾ ഉണ്ടാവില്ല. അവിടെ ഇങ്ങനെ ബസ്സിൻ്റെ നമ്പർ എഴുതിയിട്ട് ഒരു സ്റ്റാൻഡായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ വരുന്ന ബസ്സുകളുടെ നമ്പറുകളെല്ലാം ആ ഒരു ബോർഡിൽ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മൊബൈൽ ഡാറ്റ ഫോണിലുള്ളത് വളരെയധികം നന്നായിരിക്കും. കാരണം നമുക്ക് ഗൂഗിൾ മാപ്പിൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഉണ്ടാവും ഇവിടുത്തെ ബസ് സർവീസിൻ്റെ ഇതൊക്കെ അതിൽ കാണിക്കും. അപ്പോൾ അവിടത്തേക്ക് പോകുന്ന ബസ് നമ്പർ ഏതാണ്, ടൈം എപ്പോഴാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ ബസ്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷെ അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ കൂടുതലും ഈ ഗൂഗിൾ മാപ്പിലെ ഫെസിലിറ്റി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ മുന്നിൽ കണ്ടില്ലേ ബോർഡ് കണ്ടില്ലേ? ഇതുപോലത്തെ ബോർഡുകളായിരിക്കും എല്ലാ ബസ് സ്റ്റോപ്പിലും ഉണ്ടായിരിക്കുക. ഇപ്പോൾ ബസ് ഷെൽട്ടർ ഇല്ലെങ്കിലും ഇതുപോലത്തെ ബസ്സിൻ്റെ നമ്പറുകൾ കൊടുത്തൊരു ബോർഡ് എല്ലാ ബസ് സ്റ്റോപ്പിലും ഉണ്ടായിരിക്കും. ആ ബസ് സ്റ്റോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഇവിടെ ഏതൊക്കെ ബസ്സാണ് വരുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് അത് വെച്ചിട്ടൊക്കെ നമുക്ക് നമ്മൾക്ക് പോകേണ്ട സ്ഥലം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റും, അറിയാനും പറ്റും. ഇപ്പോൾ ഈ വരുന്ന ബസ് ഇത് സിറ്റി ബസ്സാണ്. ഇത് ലോ ഫ്ലോർ ബസ്സാണ്. അതായത് ഒരു 30 കിലോമീറ്ററിനുള്ളിലൊക്കെ സഞ്ചരിക്കുന്നത് ഇങ്ങനത്തെ ബസ്സാണ്. പിന്നെ ഇവിടെ വേറെയും ടൈപ്പ് ബസ്സുകളുണ്ട്. അതായത് ലോങ് പോകുന്നത്, ഇപ്പോൾ അബുദാബി സിറ്റിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്നത്, പിന്നെ അതുപോലെ ഈ ഷവാമക്ക് ഷംക, പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക്, അതുപോലെ ഈ ബാബ്സ് മന്ദിറൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടേക്കൊക്കെ പോകുന്നത് കുറച്ചും കൂടി വലിയൊരു ബസ്സാണ്. സെയിം കളറും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ആ ബസ്സിൻ്റെ ബോഡിയിലൊക്കെ വലിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് അബുദാബി ബസ് സ്റ്റേഷൻ്റെ അവിടെയാണ്.
ഇത് അവിടുത്തെ ഫ്ലൈ ഓവറാണ്. കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലൈ ഓവർ നടക്കാനുള്ളത് ഇതാണ്, പക്ഷെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഫ്ലൈ ഓവറിൻ്റെ അറ്റത്തുനിന്ന് അബുദാബി ബസ് സ്റ്റേഷൻ്റെ ഒരു വ്യൂ ആണിത്. വളരെ നീളത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു നിർമ്മിതിയാണ് ഇതിങ്ങനെ. നമുക്ക് ഒരു തലക്കുന്ന് തുടങ്ങിയത് അത് ഒരു അറ്റം വരെ ഇങ്ങനെയാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ബസ്സുകളൊക്കെ നിർത്തിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതലും ടാക്സിയാണ്. ഇത് ബസ് സ്റ്റേഷൻ്റെ മുൻഭാഗമാണ്. ഇതിലൂടെ താഴെ നമ്മൾ ടാക്സി